നമസ്കാരം. CPM ഇതാ വീണ്ടും ഗൃഹസന്ദർശനത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ശബരിമലയിൽ പ്രശ്നമുണ്ടായപ്പോൾ, യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോഴും തുടർന്ന് കേരയിൽ വിഷയത്തിലുമൊക്കെ തന്നെ ഇത്തരം മുടന്തൻ ന്യായവാദങ്ങളുമായി വീടാന്തരം CPMകാർ കയറിയിറങ്ങിയതാണ്. CPM സഖാക്കളുടെ വീട്ടിൽ നിന്ന് വരെ ആളുകൾ ചൂലെടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തോ അടിയാർക്കും കിട്ടിയെന്ന റിപ്പോർട്ടില്ല. അത് ആ വീട്ടുകാരുടെ മാന്യത എന്നേ പറയാനുള്ളൂ. എന്നിട്ട് വീണ്ടും ഇപ്പോൾ പല വിഷയങ്ങളിലും ഇതുവരെ ചെയ്തു കൂട്ടിയ പല വിഷയങ്ങളിലും വിശദീകരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ന്യായീകരണങ്ങളുമായി വീണ്ടും എത്തുകയാണ് വീടാന്തരം കയറിയിറങ്ങാൻ. വിവിധ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട്. അതത് ജില്ലകൾ, ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ച് സഖാക്കൾ ചേരിതിരിഞ്ഞ് ഇതുപോലെ വിവിധ വീടുകളിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും ഒക്കെ വീടുകളിൽ കയറിയിറങ്ങി ചില വിശദീകരണങ്ങളൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കൊടുക്കാനും 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ തങ്ങളെ എത്തിക്കണം എന്നാവശ്യപ്പെടാനുമൊക്കെ ആയിട്ടായിരിക്കാം ഈ ഗൃഹസന്ദർശനം നടത്തുന്നത്. ഒരു കാര്യം തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടതുണ്ട്. CPM തിരുത്തും എന്ന് പറയുന്നതല്ലാതെ തിരുത്തുന്നതേയില്ല എന്നത് സത്യമാണ്. അവർക്ക് തിരുത്തൽ നടപടികൾ അവരെ കൊണ്ടാകുന്നില്ല. അല്ലെങ്കിൽ അവർ ആരുടെയോ കയ്യിലെ കളിപ്പാവയായി CPMൻ്റെ മന്ത്രിമാരും CPMൻ്റെ പ്രവർത്തകരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെയോ കോർപ്പറേറ്റ് വിദേശ ശക്തികളുടെയൊക്കെ തന്നെ തീരുമാനത്തിനനുസരിച്ചാണ് ഇവിടെ ഭരണം നടത്തുന്നത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് എങ്ങനെ തിരുത്താൻ സാധിക്കും? ജനകീയമായ ഒരു തിരുത്തൽ ഇവരെ കൊണ്ട് സാധിക്കുമോ? ഇപ്പോൾ ലീഫ്ലെറ്റ് അടിച്ച് വീടാന്തരം കയറിയിറങ്ങി ഈ തിരുത്തൽ ഉടനെ നടത്തും, അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്ത തെറ്റുകൾ നമ്മൾ തിരുത്തിക്കൊണ്ട് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും, അതുപോലെ ചില രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമൊക്കെ സംഘടിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ അടുത്ത നടപടിക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? കൂടുതൽ സഖാക്കളടക്കം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ യാതൊരു ഉളുപ്പമില്ലാത്ത തെറ്റുകൾ ചെയ്യുകയും അതിലും ഉളുപ്പമില്ലാതെ അത് ന്യായീകരിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങൾക്ക് യാതൊരു അവകാശങ്ങൾ നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും വിശദീകരണവുമായി പല വീടുകളിൽ കയറിയിറങ്ങുന്ന ഈ ചീഞ്ഞ ഇടപാട് CPM ഇനിയെങ്കിലും നിർത്തണം. അരമനകളിലും അതുപോലെയുള്ള സമുദായ പ്രമുഖരുടെ വീടുകളിലുമൊന്നും കയറി 4 വോട്ട് ഞങ്ങൾ പിടിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയില്ലേ? അതിനുശേഷവും നിരവധി അരമനകളിലും സമുദായ നേതാക്കളുടെ ഭവനങ്ങളിലും CPMകാർ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സാധാരണക്കാരുടെ വീടുകളിൽ കയറിയിറങ്ങിയും ഇത്തരം വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നിരത്തിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം അത് വിശ്വസിക്കും, എത്രത്തോളം അത് അംഗീകരിക്കും? നിങ്ങളേതായാലും ഗൃഹസന്ദർശനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ സഖാക്കൾ തല്ലുകൊള്ളാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ വരുന്നത് പ്രാദേശിക നേതാക്കളാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നാട്ടിലാണെങ്കിൽ എൻ്റെ നാട്ടിലുള്ള പ്രാദേശിക നേതാക്കളും പ്രമുഖരായ ചില വ്യക്തികളുമായിരിക്കും വരുന്നത്. അവരോട് നമുക്കല്ലാതെ, പാർട്ടി അല്ലാതെയുള്ള ഒരു സ്നേഹബന്ധവും ഒരു സൗഹൃദവും ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, അടുത്ത ബന്ധുക്കളായിരിക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും വീട്ടുകാർ ഇടപെടാത്തത്, ഈ ഒരു വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ ഇത്തരം ന്യായീകരണങ്ങളും വിശദീകരണങ്ങളുമായിട്ടൊക്കെ നാട്ടുകാരുടെ അടുത്ത് ചെന്നാൽ വിദ്യാഭ്യാസമുള്ളവരുടെ ആയാലും ഇല്ലാത്തവരുടെ ആയാലും നല്ല അടി കിട്ടാനാണ് സാധ്യത. എന്തോ ഭാഗ്യം കൊണ്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രാദേശികമായ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അടി കിട്ടാതെ രക്ഷപ്പെടുന്നത്. എന്തായാലും വീടാന്തരം കയറി ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ അവരെ പറഞ്ഞ്, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊള്ളൂ. കേരളത്തിലെ ജനം കഴുതയല്ല എന്നുള്ള കാര്യം വഴിയേ തന്നെ CPMനും CPMൻ്റെ പ്രവർത്തകർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ മനസ്സിലായിക്കൊള്ളൂ. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.